ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, ഇപ്പോൾ ഈ നാടകം ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞിരുന്ന CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമാകുമെന്ന് പറയുന്നു. ഈ PM ശ്രീയിൽ നിന്നും പിന്മാറും എന്ന നിലപാടിലേക്ക് CPM എത്തുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ശ്രീ കെ സുരേന്ദ്രൻ? അങ്ങനെ പിന്മാറാൻ സാധിക്കുന്ന ഒരു കരാറല്ല ഇത്. PM ശ്രീയുടെ MOUയിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള അവകാശമില്ല. കേന്ദ്ര നയത്തിന് വിരുദ്ധമായി സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിച്ചാൽ കേന്ദ്രത്തിന് വേണമെങ്കിൽ പിന്മാറാം. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് ഒരു കാരണവുമില്ല അതിൽ പിന്മാറാൻ സാധിക്കില്ല. അപ്പൊ ഇത് പിന്മാറാനുള്ള ഒരു നടപടിയല്ല. ഇത് തൽക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ സമീപനമാണ്. വിജയിക്കാൻ പോകുന്നില്ല. ഒരു പോയിന്റ് അതാണ്. ഇത് ആത്മഹത്യാപരമായ ഒരു നടപടിയാണ്. പിണറായി വിജയൻ ഇക്കാലം അത്രയും കാര്യം തീരുമാനിച്ചാൽ അത് ജയിൽ പൈപ്പിന്റെ ആയാലും ബാക്കി ദേശീയപാതയുടെ ആയാലും ഒക്കെ വിചാരിച്ചാൽ അത് നടപ്പാക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് പിണറായി വിജയൻ. പിണറായി പരാജയം ഉണ്ടാക്കണം. കാരണം സർക്കാർ ഒപ്പിട്ട് ആരും നിർബന്ധിക്കാതെ സർക്കാർ അങ്ങോട്ട് പോയി ഒപ്പിട്ടതാണത്. നിർബന്ധിച്ചു എന്ന് ഇപ്പൊ പറയുന്നത്, നിർബന്ധിച്ചാണെങ്കിൽ 2024 റാണി ജോർജിന്റെ കത്ത് ഞങ്ങൾ ഇതിൽ ഒപ്പിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സമ്മതപത്രം നേരത്തെ കൊടുത്തതല്ലേ 2024 ഒരു വർഷം മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ എന്താ പറയാ വളരെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നടപടിയാണ്. ഇത്രയും പുരോഗമനപരമായിട്ടുള്ള ഒരു പദ്ധതിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ ആത്മഹത്യാപരമായ നടപടി എന്നാണ് കെ സുരേന്ദ്രൻ അതിനെ വിശദീകരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന PM ശ്രീ പദ്ധതിയാണെങ്കിലും 2021 മുന്നോട്ട് വെച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ, പ്രത്യേകിച്ച് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ വലിയ തോതിലുള്ള പുരോഗതി തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്നും അങ്ങനെ ഒരു സംസ്ഥാനത്തിന് വിഡ്രോ ചെയ്യാൻ കഴിയില്ല എന്നാണ് കെ സുരേന്ദ്രനും നേരത്തെ സംസാരിച്ച അരുൺ മോഹൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയാണ്.